ഏറെ ആദരണീയനായ യോഗാധ്യക്ഷൻ സ്കൂൾ മാനേജറുമായ റവറൻഡ് ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ അച്ഛൻ, ഏറെ ആദരണീയനായ നമ്മുടെ കോട്ടയം പാർലമെൻറ്റ് MP ഉദ്ഘാടനം നിർവഹിച്ച് പുറപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മഹത്തരമായിരുന്നു. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ മോൺസിഞ്ഞോർ ജോസഫ് മലപ്പറമ്പിലച്ഛ, ഏറെ ബഹുമാനിയായ സഹപഞ്ചായത്ത് മെമ്പർ കുഞ്ഞുമോൾ ടോമി എത്തിച്ചേരുമെന്ന് പറഞ്ഞിരിക്കുന്ന ആദരണീയനായ കടുത്തുരുത്തിൻ്റെ MLA അഡ്വക്കേറ്റ് മോഹൻ ജോസഫ്, അത് നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പൾ ജോജോ ജോർജ് സാറ്, പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് രജീഷ് കുമാർ അവർ, പ്രിയമുള്ള അധ്യാപകരെ, സഹാധ്യാപകരെ, പ്രിയപ്പെട്ട ജെയിംസ് സാറ്, പ്രിയമുള്ള വാത്സല്യമുള്ള കൊച്ചുമക്കളെ, ഇവിടെ നമുക്ക് ഇന്ന് ഒരു സുദിനമാണ്. പ്രത്യേകിച്ച് ഇൻഫന്റ് ജീസസ് സ്കൂളിൻ്റെ മെറിറ്റ് ഡേയോടനുബന്ധിച്ച് സമർത്ഥരായിട്ട് 10ാം ക്ലാസ്സിൽ വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ച് അവരുടെ ഉന്നത വിജയത്തിനായിട്ട് കടന്നു പോകുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ വിജയിച്ച കുട്ടികളെ പ്രത്യേകം ആത്മാർത്ഥമായിട്ട് ഗ്രാമത്തിന് വേണ്ടി ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് അവരോടൊപ്പം നിന്ന് അധ്യാപകരെയും മാതാപിതാക്കളെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇങ്ങനെ ഉയർന്ന വിജയം നേടാൻ സാധിച്ചത്. ഏതാണ്ട് 10-27 വർഷക്കാലമായിട്ട് ഇൻഫന്റ് ജീസസ് സ്കൂൾ ഇവിടെ ഈ കിടങ്ങൂര് ഹൃദയഭാഗത്ത് ഹൈവേക്കടുത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മംഗളാരാം പള്ളിയുടെ തൊട്ട് താഴെ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ ആ മാനേജ്മെൻറ്റിന് വളരെ ഗുണകരമായ രീതിയിൽ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ സൗധം ഈ കലാലയം ഇവിടെ നിർമ്മിക്കുകയുണ്ടായിരുന്നതിൽ യാതൊരു സംശയവുമില്ല. ഒട്ടനവധി മാനേജ്മെൻ്റായിട്ടുള്ള മുൻ വിചാരിമാരുടെ ഈ ദേശത്തെ ആളുകൾ, പ്രത്യേകിച്ച് ഇടപെട്ട ജനങ്ങൾ ആത്മാർത്ഥമായിട്ട് തിങ്ങി നിറഞ്ഞിരുന്ന ഒരു അന്തരീക്ഷം ഞാൻ ഓർക്കുന്നു. ഞാൻ 2000 തൊട്ട് തന്നെ ജനപ്രതിനിധിയായിട്ട് ഇവിടെ കടന്നു വരുമ്പോൾ ഈ സ്കൂളുണ്ട്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഓർക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ എന്തോ എനിക്കറിയില്ല, ആ സ്കൂളുകൾ വ്യാപകമായിരിക്കുന്നു. പക്ഷേ ഉയർന്ന നിലവാരത്തിൽ ഇംഗ്ലീഷിൽ പഠിച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ഉയർന്ന മെച്ചപ്പെട്ട ജോലി ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളിലേക്കെല്ലാം കടക്കുന്ന ഒരു പ്രവണതയാണ്. അങ്ങനെ വേണമെന്നില്ല. ഇവിടെ തന്നെ പ്രിയപ്പെട്ട മലപ്പുറം വിളിച്ച് പറഞ്ഞ പോലെ IAS ഒക്കെ എടുത്ത്, അല്ലെ സയൻറ്റിസ്റ്റ്, ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ളവർ ഒത്തിരി പേര് ISROയിലൊക്കെ ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നു. നമുക്കറിയാം. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഒത്തിരി വിശിഷ്ട അതിഥികളെ MLA ഓടി എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെയാണ് നമ്മളെ. അപ്പം എനിക്കിത്രയേ പറയാനുള്ളൂ. കുട്ടികളെ നമ്മൾ ദൈവഭയമുള്ള കുട്ടികളായി നല്ലതായിട്ട് വീട്ടിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവഭയം ഉണ്ടാകണം. ആ ദൈവഭയം ഉണ്ടെങ്കിലേ അവർക്ക് നല്ല മനസ്സുണ്ടാകത്തുള്ളൂ. ആ മനസ്സുണ്ടെങ്കിലേ നന്മ വരുള്ളൂ. ആ നന്മയുണ്ടെങ്കിലേ സമൂഹത്തിലെ മാനുഷിക മുഖത്തോടുകൂടി സമൂഹത്തെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ ഈ കുട്ടികൾക്ക്, ഈ ഗുരുതുകൾക്ക് അതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. എങ്കിലേ അവർ സമൂഹത്തിൽ ഉയർന്ന നിലവാരത്തിൽ മറ്റുള്ളവരുടെ മാനുഷിക മുഖങ്ങൾക്ക് വില കൽപ്പിച്ച് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ തനിയെ ഇതെല്ലാം നേടിയെടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് അശരീരായ ശക്തിയുണ്ട് നമ്മുടെ മേലിൽ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഈ കുഞ്ഞു കുരുന്നുകൾ ഇത്ര ചെറുപ്പത്തിലെ അത് അഭ്യസിച്ച് വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ നല്ല ആനന്ദകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നല്ല ശിക്ഷണത്തിലുള്ള, നല്ല അറിവിൻ്റെ, നല്ല BEd, ഉയർന്ന വിദ്യാഭ്യാസമുള്ള അധ്യാപകരാണ് ഇവിടെ നമ്മുടെ കുട്ടികൾ അഭ്യാസം നൽകുന്നത്. നമ്മുടെ സമ്പത്തായിട്ടുള്ള കുട്ടികളെ നല്ല സുരക്ഷിതമായ ഈ സ്ഥലത്ത് പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഉണർവും ആരോഗ്യവും വിദ്യാഭ്യാസവും എല്ലാം നൽകുന്നതിന് വേണ്ടി ഇവിടെ സമർത്ഥരായ അധ്യാപകരുണ്ട്. അതിന് മാനേജ്മെൻ്റായിട്ടുള്ള അച്ഛൻ ഉൾപ്പെടുന്ന PTA ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പരമാവധി നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ പറഞ്ഞയച്ചുകൊണ്ട്, പ്രത്യേകിച്ച് പാലാ രൂപതയിൽ എന്തുമാത്രം സ്കൂളുകളുണ്ട്, മാനേജ്മെൻറ്റ് സ്കൂളുകൾ, അതിനുപരി ഇങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അഭിമന്യ കടലങ്ങാട്ട് പിതാവ് എപ്പോഴും വളരെ ആശീർവാദത്തിലൂടെയാണ് കുട്ടികളെ കാണുന്നത്. ഈ സമൂഹത്തിലെ എല്ലാവരെയും ഒറ്റക്കെട്ടായി ഉയർന്ന നിലവാരത്തിൽ കണ്ടെത്താൻ വേണ്ടിയാണ് പിതാവ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നല്ലവരായ മാതാപിതാക്കളെ, നിങ്ങൾ വളരെ ഭാഗ്യം സിദ്ധിച്ചവരായി ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ആദരണീയനായ MP പാർലമെന്റിൽ പോയി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആദ്യം കോട്ടയം ജില്ലയിൽ വന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു. ആദ്യമായിട്ട് നിങ്ങളെ അഭിമുഖീകരിക്കേണ്ട അത് എത്രയും സന്തോഷം നിങ്ങൾക്കുണ്ടാകും. കാരണം അത് കഴിഞ്ഞാൽ കോട്ടയത്തെ ജില്ലാ വികസന സെമിനാറിന് പോവുക. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ വളരെ ധന്യമായിരുന്നു. ഇനി നമ്മുടെ MLA ഇവിടെ എത്തും. അങ്ങനെ മഹത് വ്യക്തികൾ എത്തിച്ചേരാനുണ്ട്.
മറ്റ് വിശിഷ്ട വ്യക്തികൾ സംസാരിക്കും. അതുകൊണ്ട് നല്ലവരായ കൊച്ചുമക്കൾക്ക് എല്ലാവിധ അനുഗ്രഹവും ദൈവം പ്രദാനം ചെയ്യട്ടെ. അതിലുപരി നമ്മൾ പറഞ്ഞ മാതിരി നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഈ സ്മാർട്ട് ഫോണിൻ്റെ കാര്യങ്ങളും എല്ലാം അറിയാമല്ലോ. അതിലൊക്കെ ലഹരി മാഫിയ, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ തന്നെ ശ്രദ്ധിക്കണം. അല്ല അധ്യാപകരെല്ലാവരെയും ശ്രദ്ധിച്ചെന്ന് വരില്ല. നിങ്ങൾ കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ ദൈനംദിനം ചിന്തിച്ച് അവരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശ്വരൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഏവരെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയവനായി എന്നെ ക്ഷണിച്ചതിന് ഹൃദയത്തിൻ്റെ തേനറയെന്നവരായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കു തിരിക്കുന്നു. നന്ദി, നമസ്കാരം.